എന്നാൽ ഈ യൂബർ ഓടുന്നത്, നിങ്ങൾ യൂബർ കമ്പനിയുടെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് അതിൽ നിന്ന് ഒരു വണ്ടി ബുക്ക് ചെയ്യുമ്പോൾ നിങ്ങളുമായിട്ട് ഒരു ധാരണയിലാണ് ആ കമ്പനി അവിടെ റേറ്റ് ഫിക്സ് ചെയ്യുന്നത്. ആ റേറ്റ് അത് ഒരു കോൺട്രാക്റ്റാണ്. അത് പ്രകാരം ഒരു കൊട്ടേഷനാണ് നിങ്ങൾക്ക് നൽകുന്നത്. ആ കൊട്ടേഷൻ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഡ്രൈവറുടെ ഡീറ്റെയിലും മറ്റു കാര്യങ്ങളും അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് ആ റേറ്റ് അവിടെ തരികയാണ്. എന്നാൽ അവർ തരുന്ന റേറ്റ് എന്ന് പറയുന്നത്, ഇപ്പം നിങ്ങൾ എറണാകുളത്തു നിന്ന് കോട്ടയത്തേക്ക് വരികയാണെങ്കിൽ വൺ സൈഡ് ഒരു സംവിധാനമാണ് അവരുടെ. ഈ വൺ സൈഡ് സംവിധാനം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 28 പ്രകാരം ഒരു തൊഴിലാളിയുടെ അവൻ്റെ ജോലിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള തൊഴിൽ, അതിന് കിട്ടുന്ന വേതനം, അത് ഈ കമ്പനി സത്യത്തിൽ ഈ ഒരു ഓഫറിലൂടെ നഷ്ടപ്പെടുത്തി കളയുകയാണ്. കേരളീയം ടാക്സി ഫെഡറേഷൻ അതിന്റെ ഒരു നേതാവാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ കണ്ടത്, നമുക്കറിയാം 2-3 ദിവസമായിട്ട് ഇവിടെ യൂബറിന്റെ ഓലയുടെയും പേരിൽ ടാക്സിക്കാരുമായിട്ട് വലിയൊരു വിഷയം നടക്കുന്നുണ്ട്. അതായത് മൂന്നാറ് യൂബർ ടാക്സി ഒരു ലേഡി ബുക്ക് ചെയ്യും. അവര് ആ ഓട്ടത്തിലേക്ക് എടുത്ത് കയറുന്ന സമയത്ത് അവിടെ നിന്ന് ബാക്കി ടാക്സിക്കാർ വന്ന് അവിടെ വഴക്കുണ്ടാക്കുകയും കയ്യേറ്റം ചെയ്യുകയും യൂബർ ടാക്സി ഡ്രൈവറിനെ ആക്രമിക്കുകയും ഈ യുവതി സോഷ്യൽ മീഡിയയിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുകയും അങ്ങനെ ഈ ടാക്സി ഡ്രൈവർമാർക്ക് എതിരെ നടപടി എടുക്കുകയും ഇതൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തതിന് ശേഷം മന്ത്രി ഗണേഷ് കുമാർ വന്നിട്ട് പറഞ്ഞു, യൂബർ ഓല എന്ന് പറയുന്നത് കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇതിന്റെ പുറകിൽ കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ എന്ന രീതിയിലും ന്യായം പറയേണ്ട കുറെ ആൾക്കാർ എന്ന രീതിയിലും നമുക്ക് പറയാനുണ്ട്. അപ്പൊ നമുക്ക് അതേക്കുറിച്ച് സംസാരിക്കാം. വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പായി സംഭാവനകളുടെ കാര്യം ഒരിക്കൽ കൂടി പറയാണ്. പബ്ലിക് ഒപ്പീനിയൻ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് നിങ്ങൾ പ്രേക്ഷകർ ഞങ്ങൾക്ക് നൽകുന്ന സാമ്പത്തിക സംഭാവനകൾ കൊണ്ടാണ്. ഞങ്ങൾക്കിപ്പോൾ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് 2 വർഷമായിട്ട് പേയ്മെന്റ് ലഭിക്കുന്നില്ല. ഒരുപാട് പേര് കോൺസ്റ്റന്റ് നെഗറ്റീവ് റിപ്പോർട്ട് അടിച്ച് റീച്ച് കുറച്ചതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് നിങ്ങളുടെ തുടർച്ചയായുള്ള ഒരു സഹായം നമുക്ക് ആവശ്യമുണ്ട്. നമ്മൾ ഇതിൽ നിന്നും സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പൊളി ന്യൂസ് പറഞ്ഞിട്ട് വേറൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ കമന്റിൽ കൊടുത്തേക്കാം. അതും നിങ്ങളൊന്ന് കാണുക. മാക്സിമം വീഡിയോസ് ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതോടൊപ്പം പറ്റുന്നതുപോലെ സാമ്പത്തികമായിട്ട് നമ്മളെ പിന്തുണയ്ക്കുക. അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഈ യൂബർ എന്ന് പറയുന്ന ഒരു സംഗതി ഉപയോഗിക്കുന്ന ഒരാളെന്ന നിലയിൽ ആദ്യം ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞല്ലോ, യൂബർ നമ്മൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവരൊരു എമൗണ്ട് കാണിക്കും. അവിടെ നമുക്ക് ഡ്രൈവറിനെ കാണാം, ഡ്രൈവറുടെ നമ്പർ കാണാം, അതുപോലെ ഒരു പിന്നും കാണാം, ഒരു 4 അക്ക പിന്നും കാണാം. എന്നിട്ട് ഈ റേറ്റ് നമുക്ക് ഓക്കെ ആണെങ്കിലാണ് നമ്മൾ ആ വണ്ടി എടുക്കുന്നത്, അവര് നമ്മളെ പിക്കപ്പ് ചെയ്യുന്നത്, അവിടെ ചെന്ന് ഇറങ്ങി വൺ സൈഡിലേക്കുള്ള പേയ്മെന്റ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ഇത് ഒരു തൊഴിലാളിക്ക് വിരുദ്ധമാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇദ്ദേഹം ഒരു തൊഴിലാളി നേതാവാണ്. അപ്പൊ നമുക്കറിയാം ഇവിടെ തൊഴിലാളി നേതാക്കന്മാരെന്ന പേരിൽ CITUവിന്റെ CPMന്റെ കുറെ അധികം അട്ടകളുണ്ട്. അട്ടകൾ എന്ന് പറയാൻ എന്താണ് കാരണം? ഇവര് ചോരൂടിച്ചാണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ ഇത്തിക്കണ്ണികൾ എന്നൊക്കെ പറയാം. സ്വന്തമായിട്ട് പണിക്ക് പോകത്തില്ല, മറിച്ച് തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി വെള്ളയും ഇട്ട് ഗോൾഡൻ വാച്ചും കെട്ടി ഐഫോണും പോക്കറ്റിലിട്ട് നടക്കുക എന്നുള്ളതാണ് ഈ തൊഴിലാളി നേതാക്കന്മാരുടെ മെയിൻ കാര്യം. നമ്മൾ പണ്ട് കമ്മ്യൂണിസം ഒക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് സിനിമകൾ കണ്ടു കഴിഞ്ഞാൽ കക്ഷത്തിൽ ഒരു ഡയറിയുമായിട്ട് വരുന്ന ഇത്തരക്കാരെ നമുക്ക് കാണാം. ഇന്നും ഒരു മാറ്റം ഇല്ല എന്നുള്ളതാ ഇയാളുടെ ഈ വർത്താനം കേൾക്കുമ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലാവുന്നത്. എന്തുകൊണ്ടാണ് ഇവിടുത്തെ ആളുകൾ യൂബർ ഓല പോലുള്ള പ്ലാറ്റ്ഫോം ചൂസ് ചെയ്യുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണെന്ന്? നിങ്ങൾ ഓട്ടോറിക്ഷക്കാരോടും ടാക്സിക്കാരോടും തല്ലുപിടിക്കാൻ മേലാത്തോണ്ടാന്നേ. ഇദ്ദേഹം പറയുന്നത് ഒരു ടാക്സിക്ക് ഗവൺമെന്റ് നിശ്ചയിച്ചിരിക്കുന്നത് 5 കിലോമീറ്ററിന് 250 രൂപ, പിന്നെ അധികം വരുന്ന ഓരോ കിലോമീറ്ററിനും 18 രൂപ എന്നതാണെന്നാണ് പറയുന്നത്. ഞാനിപ്പോ കോട്ടയം വരെ ഇവിടുന്ന് ഇവരുടെ കയ്യിൽ നിന്ന് ഒരു ടാക്സി എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ എനിക്ക് കോട്ടയത്ത് പോയി ഇറങ്ങിയാൽ മതി, പക്ഷെ തിരിച്ച് ഇയാൾ എറണാകുളം വരെ വരുന്നവരെ കാശും ഞാൻ കൊടുക്കണം. അതാണ് ഇവര് പറയുന്ന കാര്യം. എന്തിനു വേണ്ടി? അത് തൊഴിലാളിയുടെ അവകാശമാണെന്ന് പറയുന്നത്. എന്താ അവകാശം? എനിക്ക് അവിടം വരെ പോയാൽ പോരാ, അയാൾ തിരിച്ചു വരണമെന്ന് എനിക്കൊരു നിർബന്ധമില്ല. ഞാൻ അവരോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കോട്ടയത്ത് കിടന്നോന്നേ, നിങ്ങൾ തിരിച്ചു വരേണ്ട നിങ്ങളുടെ ആവശ്യമാണ്, മനസ്സിലായില്ലേ? ഒരാൾ ഓട്ടം വിളിച്ചാൽ അവിടെ കൊണ്ടുപോയി അയാളെ എത്തിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ജോലി. നിങ്ങൾ തിരിച്ചു വരെ വരാണ്ടിരിക്കുക ചെയ്യാൻ തരം ഞങ്ങൾ അറിയുന്നത്. ആസ് എ കസ്റ്റമർ ഞാൻ അറിയണോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇവിടുത്തെ എത്ര ഓട്ടോറിക്ഷക്കാർ മീറ്റർ ഇട്ട് ഓടുന്നവരുണ്ട്? ഈ ലുലു മാളിന്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു RTOനെ ഓട്ടോറിക്ഷയ്ക്കകത്ത് കയറ്റിയിട്ട് മീറ്റർ ഇടാൻ പറഞ്ഞതിന് മീറ്റർ ഇടാൻ സൗകര്യമില്ല, ഞാൻ പറയുന്നതാണ് റേറ്റ്, ഞാൻ RTO ആണെന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ കൈ വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ലൈസൻസ് പോയ ന്യൂസ് ഉണ്ട്. ഇവിടെ ഈ ലുലു മാളിന്റെ തൊട്ട് ഫ്രണ്ടിൽ അഹങ്കാരത്തിന്റെ അങ്ങേയറ്റമാണ് ഈ പറയുന്ന തൊഴിലാളികൾ. അവര് പറയുന്നതാണ് റേറ്റ്, അത് കൊടുത്താലേ ഓടും. ഇത് എത്ര കാലം നിങ്ങൾ ഈ കുത്തക കൊണ്ട് പോകും? KSEB നിങ്ങളുടെ കുത്തക, മിൽമ നിങ്ങളുടെ കുത്തക. ഒരു വീട്ടിൽ, എന്റെ വീട്ടിൽ ഞാൻ വീട് മാറുമ്പോൾ എന്റെ കട്ടിൽ പോലും ഞാൻ ഇറക്കാൻ പാടില്ല, ഒരു കട്ട വന്നാൽ അത് ഞാൻ ഇറക്കാൻ പാടില്ല. അതിനൊക്കെ ഇവിടെ ഇവരുടെ കുത്തകകളാണ്. വെറുതെ നോക്കി നിൽക്കും, അന്നാ നോക്കുകൂലിയും കൊടുക്കണം, വേറൊരാൾ ചെയ്യാൻ പാടില്ല. ഇതൊക്കെ ഇവിടുത്തെ നിയമം. ഇതെന്ത് വെള്ളരിക്കപ്പെട്ട? ഇതൊക്കെ കേരളത്തിൽ മാത്രം എന്താ?
യൂബർ, ഓല തുടങ്ങിയ കമ്പനികൾ ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നാണ് ഗണേഷ് കുമാർ പറയുന്നത്. ഗണേഷ് കുമാർ സത്യത്തിൽ ഇവരെ പോലുള്ള ഈ പറയുന്ന നേതാക്കന്മാരുടെയൊക്കെ മുന്നിൽ മുട്ടിലടയുന്ന ആ ഒരു ആൾ തന്നെയാണ്. കാരണം തലേദിവസം ഒരു നിലപാട് പറഞ്ഞിട്ട് പിറ്റേ ദിവസം ഇവരുടെ വാക്ക് കേട്ട് നിലപാട് മാറ്റി പറയുന്നത് ഞങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. യൂബറിനും ഓലയ്ക്കും ആ കമ്പനിക്ക് സ്വന്തമായിട്ട് ഈ പറയുന്ന പോലെ ഒരു വണ്ടി പോലും ഇവിടെ ഇല്ല. പിന്നെ അവരെന്ത് വാങ്ങത്തിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നത്? ഈ റാപ്പിഡോ എന്ന് പറയുന്ന എന്തോ ഒരു സാധനം രജിസ്റ്റർ ചെയ്തു എന്നാണ് പറയുന്നത്. റാപ്പിഡോ എന്ന് പറയുന്നത് ഒട്ടും തന്നെ സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യാത്ത ഒരു സംഗതിയാണ്. അത് ബൈക്ക് ടാക്സി ഒക്കെ ഉണ്ട്. ഒരു പൊട്ട ഹെൽമെറ്റും തരും, വേണമെങ്കിൽ വെച്ചാൽ എവിടെയെങ്കിലും പോയി മറിച്ചിട്ട് കഴിഞ്ഞാൽ പോയി. അത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഓല, യൂബർ രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഞാൻ ഓലയിൽ കയറുമ്പോൾ അല്ലെങ്കിൽ യൂബറിൽ കയറുമ്പോൾ നമ്മുടെ സേഫ്റ്റി എന്താ? നമ്മൾ എവിടെ കൂടിയാ പോണേന്നുള്ളതൊന്നും നമുക്ക് മാപ്പിൽ നമുക്ക് നോക്കാൻ പറ്റും. നമ്മുടെ ഡ്രൈവർ ഇത് അക്സെപ്റ്റ് ചെയ്ത സമയം മുതൽ അയാൾ ഇവിടെ വരുന്നത് വരെ എവിടെ കൂടിയാ വരുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് മാപ്പിൽ കാണും. നമ്മൾ പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആപ്പിലൂടെ തന്നെ സർക്കാർ സംവിധാനത്തെ അല്ലെങ്കിൽ പോലീസ് സംവിധാനത്തെ അറിയിക്കാനുള്ള കാരണങ്ങൾ അതിനകത്തുണ്ട്. അതൊന്നും പോരാണ്ട് എമർജൻസി സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ച് ഒന്ന് ഞെക്കി കഴിഞ്ഞാൽ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് അലാറം അടിക്കും. ഇതൊക്കെ നിങ്ങളുടെ അതിൽ ഉണ്ടെന്നാണോ നിങ്ങൾ പറയുന്നത്? ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ടോ? മെയിൻ ചോദ്യം അതാണ്, ഉപയോഗിക്കാറുണ്ടോ? ഇവിടെ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഈ പറയുന്ന ഓട്ടോറിക്ഷക്കാരും ഞാനും തമ്മിൽ ഇതുപോലൊരു അടി ഉണ്ടായിരുന്നു. അതായത് ഒരു മാളിന്റെ ഫ്രണ്ടിൽ ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് കുറച്ചധികം സാധനങ്ങൾ ഉണ്ടല്ലോ, അപ്പൊ നമുക്ക് അത് എടുത്തിട്ട് പോകണമെങ്കിൽ ഓട്ടോറിക്ഷയാണ്. ഞാൻ യൂബർ ബുക്ക് ചെയ്തു. യൂബർ ആ ചേട്ടൻ വിളിച്ചിട്ട് പറയും, ഇച്ചിരി പ്രായമുള്ള ചേട്ടൻ മോളെ അങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല. അതായത് മാളിന്റെ 150 മീറ്ററിന്റെ അപ്പുറത്തുനിന്നേ ഈ വണ്ടി യൂബർ ഓൺലൈൻ ടാക്സികൾ എടുക്കാവുള്ളൂ എന്ന് അവിടെ CITU എഴുതി കെട്ടി വെച്ചിരിക്കുക. ഞാൻ പറഞ്ഞു, ചേട്ടൻ ഇങ്ങോട്ട് വാ. CITU അങ്ങനെ പലതും എഴുതി കെട്ടി വെച്ചിട്ടുണ്ടാവും, എനിക്കതൊന്നും അറിയേണ്ട ആവശ്യമില്ല. അവർ വഴക്കുണ്ടാക്കും. ഞാൻ ചേട്ടൻ വായട്ടാ. അങ്ങനെ ആ ചേട്ടൻ വന്നു, ഇവർ വന്നു. ഇവിടെ നിന്ന് വേറെ ടാക്സികൾ എടുക്കാൻ പാടില്ല, യൂബർ ഓൺലൈൻ ഒന്നും എടുക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞു, ആര് പറഞ്ഞു? അവിടെ എഴുതി വെച്ചേക്കുന്നു കണ്ടില്ലേ? ഞാൻ ആരും എഴുതി വെച്ചേക്കുന്നത്? CITU എഴുതി വെച്ചേക്കുന്നു. ഞാൻ CITU എഴുതി വെച്ചാൽ എനിക്ക് എന്ത് വേണം? ഞാൻ CITU മെമ്പർ അല്ല. CITU എഴുതി വെച്ചേക്കുന്ന കാര്യങ്ങളൊന്നും അനുസരിക്കേണ്ട ബാധ്യത എനിക്കില്ല. എന്നോട് യൂബറിൽ ഇവിടെ വെച്ച് കയറാൻ പറ്റില്ല എന്ന് പറയാൻ CITU വരാം. അയാൾ പറഞ്ഞു, അങ്ങനെയല്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ CITU മെമ്പർ ആണെങ്കിൽ നിങ്ങൾ അതനുസരിച്ചു. ഞാനല്ല. എന്റെ റൈറ്റ്, ഒരു കസ്റ്റമറുടെ റൈറ്റ് ആണ് ഞാൻ എവിടെ നിന്ന് കയറണമെന്നുള്ളത്. റോഡ് ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് കയറും, അല്ലെങ്കിൽ പോലീസിന് വിളിക്കുന്നു പറഞ്ഞു. അപ്പോഴത്തേക്ക് ഓരോ പ്രശ്നം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവർ പോയി. പക്ഷേ ഇതുപോലെ അനുഭവിക്കുന്ന എത്ര ആൾക്കാരുണ്ട്? ഇപ്പൊ യൂബർ വിളിക്കുമ്പോൾ ഇച്ചിരി പ്രായമുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർ 150 മീറ്റർ നടന്നു പോകണം. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ഇവരുടെ എടുത്തോന്നാ പറയുന്നത്. ഇവരുടെ എടുത്താൽ ഇവർ പറയുന്നത് റേറ്റ് അത് കൊടുത്തിട്ട് സൗകര്യം ഉണ്ടെങ്കിൽ പോയാൽ മതി. അപ്പൊ ഈ കുത്തകകളെ വളർത്തുന്ന ഗണേഷ് കുമാറിനെ പോലുള്ള മന്ത്രിമാർ, നിങ്ങൾക്ക് വേറെ വഴിയൊന്നുമില്ല. കാരണം എന്താന്ന് വെച്ചാൽ നിങ്ങൾ ഇവരുടെ കയ്യിൽ നിന്ന് ഈ ചോര കുടിച്ചാണ് നിങ്ങൾ ഇത്ര ആയത്. നിങ്ങൾ തൊഴിലാളി പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ട് കുറെ ആൾക്കാർക്ക് അനാവശ്യമായിട്ടുള്ള അവകാശങ്ങൾ നൽകിയാണ് നിങ്ങൾ ഇത്രയുമായത്. ഇനി അത് പറ്റില്ലെന്നേ. ഇനി അത് പറ്റില്ല. നമുക്ക് ഇവിടെ നിന്ന് യൂബറിൽ കയറിയിട്ട് ഒരു സ്ഥലം വരെ പോകുമ്പോൾ 140 രൂപ കൂടെ വരും എന്ന് കരുതുക. ഇവര് പറയുന്നത് 200-300 രൂപയ്ക്കാ. ആ കൊടുക്കാൻ എനിക്ക് സൗകര്യമില്ലെങ്കിൽ എന്റെ അവകാശത്തിനല്ലേ ഇവിടെ വിലയുള്ളത്? ഞാൻ ചോദിക്കുന്നത് ഇവിടെ കസ്റ്റമർ അവകാശത്തിനാണോ വില, അതോ ഈ പറയുന്ന തൊഴിലാളിയുടെ അവകാശത്തിനാണോ? ഇത് ആർക്കാണ് ഇവിടെ തൊഴിൽ ചെയ്ത് ജീവിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. ഇഷ്ടമുള്ള തൊഴിൽ എല്ലാവർക്കും ചെയ്യാം. ഈ സംഘടനയുടെ പേരും പറഞ്ഞ് വെള്ളം ഇട്ട് അനങ്ങാതെ നടക്കുന്നതിന് വരെ ഇവർക്കും രജിസ്റ്റർ ചെയ്യാലോ യൂബറിൽ. അപ്പൊ ഇവർ പറയുന്ന യൂബർ വൺ സൈഡ് മാത്രമേ തരുന്നുള്ളൂ. യൂബർ ന്യായമായിട്ടാണ് തരുന്നത്. നിങ്ങളെപ്പോലെ ഒരു കസ്റ്റമറിനെ പിഴിഞ്ഞ് ജീവിക്കാൻ യൂബർ സമ്മതിക്കില്ല. ഞങ്ങളതുകൊണ്ടാണ് യൂബർ ചൂസ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് ന്യായമായിട്ടുള്ള പൈസ കൊടുത്താൽ മതി. ഇപ്പം ചില സമയത്ത് നമുക്ക് തോന്നാറുണ്ട്, ഇപ്പൊ ഇവിടുന്ന് ഇച്ചിരി ഒന്നും അധികം ദൂരം പോയി, പക്ഷെ യൂബറിൽ പറഞ്ഞ പൈസ ചിലപ്പം ഓഫറൊക്കെ വന്നിട്ട് ഭയങ്കര കുറവായിരിക്കും. നമ്മൾ ആലോചിക്കും, അയ്യോ പാവം ആ ഡ്രൈവറിന് ഇത്രയും കാശ് കൊണ്ട് എന്താവാനാന്ന് പറഞ്ഞ് കൂടുതൽ കൊടുക്കും. അതൊരു മനുഷ്യൻ കൊടുക്കുന്നത് വേറെ, പിടിച്ചു പറിക്കുന്നത് വേറെ. പിടിച്ചു പറിച്ച് മാത്രം ശീലമുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ഓൺലൈൻ ടാക്സികൾ പിടിക്കാത്ത. ഓൺലൈൻ ടാക്സികൾ മാത്രമല്ല, പുതുതലമുറ അല്ലെങ്കിൽ ജീവിതം കുറച്ചും കൂടി ഈസി ആക്കാനായിട്ട് എന്ത് സാധനം കൊണ്ടുവന്നാലും ഈ കടൽക്കഴവന്മാർക്ക് ഇത് പിടിക്കില്ല. ഈ കിണറ്റിലെ തവളകൾ വിഷയം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. കാരണം എന്താണെന്നറിയാമോ? ഇവരെ മാത്രം ജീവിക്കാൻ പാടുള്ളൂ. കസ്റ്റമേഴ്സ് മുടിഞ്ഞോട്ടെ, 2 സൈഡും 3 സൈഡും ഒക്കെ പൈസ വന്നോട്ടെ. ഈ കസ്റ്റമർ ഈ പൈസ എങ്ങനെ ഉണ്ടാക്കുന്നേ? അതെന്താ ചിന്തിക്കാത്തെ? എല്ലാവരും തൊഴിലെടുത്ത് തന്നെയാണ് ജീവിക്കുന്നത്. എല്ലാ മനുഷ്യരും കഷ്ടപ്പെട്ടായിരുന്നു ഇവിടെ ജീവിക്കുന്നത്. കോടിക്കണക്കിന് പൈസയുള്ള ആൾക്കാരുടെ കയ്യിലൊക്കെ കോടിക്കണക്കിന് രൂപയുടെ വണ്ടിയുണ്ട്. നിങ്ങളുടെ ടാക്സി ഒന്നും അവർക്ക് ആവശ്യമില്ല. ടാക്സി വിളിക്കുന്ന ആരാ? അതെന്താ നിങ്ങൾ ചിന്തിക്കാത്തെ? അവർ നിങ്ങളെപ്പോലെ പാവപ്പെട്ടവരല്ലേ? ഒരു റീസണബിൾ റേറ്റിന് യൂബർ വിളിക്കാം എന്ന് അവർ തീരുമാനിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് യൂബറിനോളം സേഫ്റ്റി ഉള്ള വേറെ ഒന്നും ഇല്ലെന്നേ. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ഒരുപാട് പേര് നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ വേറെ വഴിയില്ല. നമ്മൾ ചെയ്യേണ്ടത് ഇത്തരക്കാരെ കണ്ടെത്തി ഒഴിവാക്കുക എന്നുള്ളതാണ്. റോഡിൽ കിടന്ന് അടിയിടാനായിട്ടുള്ള മൈൻഡ് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളിൽ പലരും മിണ്ടാതെ പോകുന്നത്. അങ്ങനെ മിണ്ടാതെ പോയി മനസ്സിൽ പ്രാഗിയിട്ടുണ്ട്. നീയൊക്കെ ഇതൊക്കെ കൊണ്ട് ആശുപത്രി കൊണ്ട് കൊടുക്കൂടാ? ഇല്ലേ? എത്ര ഇവർക്ക് ഇവിടുത്തെ ഓട്ടോറിക്ഷക്കാരെ കൊണ്ട് എന്തുമാത്രം പ്രശ്നം ഉണ്ടെന്ന് അറിയാമോ? ഓട്ടോറിക്ഷക്കാർ ഇവർ എപ്പോൾ ഇൻഡിക്കേറ്റർ ഇടും, ഏത് ഭാഗത്തേക്ക് തിരിയും ഒന്നും പറയാൻ പറ്റില്ല. ഓട്ടോറിക്ഷയ്ക്ക് അകത്തിരിക്കുന്ന ആൾക്കാർ പറയുന്നതിനനുസരിച്ചിട്ടാണെന്നാണ് അവർ പറയുന്നത്. തമ്പുരാന് മാത്രം അറിയാം. അതൊക്കെയും പോട്ടെന്ന് വെച്ചിട്ടാണ് നമ്മളിവിടെ സത്യം പറഞ്ഞു ജീവിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ഉണ്ട്. ശരി, അവരും ജീവിക്കട്ടെ, നമ്മളും ജീവിക്കട്ടെ എന്നല്ലേ വേണ്ടത്? അതിന് പകരം നമ്മൾ മാത്രം ജീവിച്ചാൽ മതി, യൂബർ ഓലയൊന്നും വേണ്ട എന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇന്ത്യയുടെ ഏത് ഭാഗത്ത് എന്നാലും നമുക്ക് റിലയബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒറ്റ ആപ്പിൽ ഇന്ത്യയിൽ മാത്രമല്ല വേറെ രാജ്യത്ത് പോയാൽ പോലും എനിക്കത് യൂസ് ചെയ്യാം.
ഇതൊരു കസ്റ്റമർ എന്ന നിലയിൽ എനിക്ക് ലഭിച്ച ഏറ്റവും നല്ലൊരു സംഗതിയാണ്. ഈ തൊഴിലാളി നേതാവിന് വേണ്ടി ഞാനത് വിട്ടുകൊടുക്കണോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? യൂബർ പോലെയൊക്കെ ഇവരെ പിടിച്ച് കടിച്ചോ? പണ്ട് കൊക്കക്കോള പിടിച്ച് കടിച്ചെന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരു സാധനം ഇവിടെ കൊണ്ടുവരാൻ സമ്മതിക്കില്ല. ട്രാക്ടർ ആവട്ടെ, ATM ആവട്ടെ, കമ്പ്യൂട്ടർ ആവട്ടെ, ഒരു സാധനം. ഇവര് കാരണമാണ് കേരളം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴേ കേരളം നല്ല രീതിയിലായി പോയി. ഇനിയിപ്പോ ഈ ഹൈവേയും കാര്യങ്ങളും ഒക്കെ കണ്ടില്ലേ, ഇതൊക്കെ മുമ്പേ ഇവിടെ വന്നു പോയതേ. ഇത് സമ്മതിക്കില്ല, ഇവര് സമ്മതിക്കില്ല. ഇവരുടെ നല്ല കാര്യം വരുന്നതിന് മുമ്പ് ഇതിങ്ങനെ അങ്ങ് കിടക്കും. എന്റെ നെഞ്ചത്തോടെ കയറ്റിക്കൊണ്ട് പോയിക്കോ. അതാണ് ഇപ്പൊ കാണുന്നത്. ഇത് അനുവദിച്ചു കൊടുക്കണം. ഞാൻ ചോദിക്കുന്നത് അനുവദിച്ചു കൊടുക്കണം. ഈ ചുമട്ട് തൊഴിലാളിക്കാരെ കൊണ്ടുള്ള ശല്യം കൊണ്ട് ഇവിടെ ഓരോരുത്തരും പോരാടിക്കൊണ്ടായിരിക്കുന്നു. ഒരു വീട്ടമ്മ വീട്ടിലേക്കുള്ള കട്ട സ്വന്തമായിട്ട് ഇറക്കി. ഇങ്ങനെ ധൈര്യമുള്ള ആൾക്കാരെ ഇവരോട് എതിർക്കുന്നുള്ളൂ. ബാക്കിയുള്ള ആളുകൾ എല്ലാവർക്കും മനഃശക്തി ഉണ്ടാവില്ല, അതുകൊണ്ട് വിട്ടുകളയുന്നതാ. അവരെ നമ്മൾ കണക്കിലെടുക്കണ്ടേ? ഇതിനൊരു തീരുമാനം ഉണ്ടാവണ്ടേ? അപ്പൊ നിങ്ങൾ പറയും CITU കാര്യം അവരിവരെങ്ങനെയൊക്കെ പറയാം, തൊഴിലാളികളുടെ വശം പറയും. എന്റെ അപ്പനൊരു CITU കാരനായിരുന്നു, എന്റെ അപ്പനൊരു ചുമട്ട് തൊഴിലാളിയായിരുന്നു. ഇതേപോലെ ഒന്നും പിടിച്ചു പറിക്കുന്നുണ്ടോ ഇല്ലയൊന്നും ആ ജോലി സ്ഥലത്ത് പോയി ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ തന്നെ ഞാൻ പറയും, എല്ലാവരും തൊഴിലെടുക്കുക. തൊഴിലിന് അർഹമായ അവകാശത്തോടുകൂടി തൊഴിലെടുക്കുക. അല്ലാതെ ഒരാളെ ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ട് ഈ തൊഴിൽ എനിക്ക് തന്നാ മതി, ഞാൻ അല്ലാതെ വേറൊരാൾ ഇവിടെ ചെയ്യില്ല, അങ്ങനെ ഒരു കുത്തക ഇവിടെ ഒരാൾക്കില്ല. ഇവിടെ ഒരാൾക്കില്ല, ഒരു മേഖലയിലും ഇല്ല. ഒരു നടൻ മികച്ചതാണെങ്കിൽ അയാൾക്ക് അവസരങ്ങൾ ഉണ്ടാവും, അടുത്ത ആൾ വരുമ്പോൾ അയാൾ മാറിക്കൊടുക്കണം. ഇതിങ്ങനെയാണ് സൈക്കിൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാണ്, നിങ്ങൾക്ക് ഓട്ടം കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ യൂബറിലേക്ക് വരിക. യൂബർ പോലെയും ഈ പറയുന്ന പോലെ തൊഴിലാളിക്ക് വൻ നഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇത്രയധികം വണ്ടികൾ ഓടുന്ന എങ്ങനെയാ? എറണാകുളത്തേക്ക് നിങ്ങളൊന്ന് വന്ന് നോക്കിക്കേ. ഈ കേരളത്തിന്റെ പല പല ജില്ലകളിൽ നിന്ന് ആളുകൾ വന്ന് ഇവിടെ യൂബർ ഓടുക. എന്തുകൊണ്ടാ? എറണാകുളത്ത് അത്രയധികം ഓട്ടോ ഉള്ളത് എന്തുകൊണ്ടാ? അവരൊക്കെ ഈ പറയുന്ന പോലെ നഷ്ടത്തിലാണ് ഓടുന്നുണ്ടെങ്കിൽ ആ കാറും കൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റും. അവരിന് എന്തുകൊണ്ടാ ഓടുന്നത്? ഇത് ജീവിക്കാൻ പഠിക്കേ, കഷ്ടപ്പെടാൻ പഠിക്കേ, അധ്വാനിക്കാൻ പഠിക്കേ. അപ്പൊ തുടർന്ന് കാണുക പബ്ലിക് ഒപ്പീനിയൻ.